ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു നാടൻ ഫുഡുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാവയ്ക്ക തീയല്. ഓക്കെ, അപ്പോൾ നമുക്ക് പാവയ്ക്ക തീയല് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് പാവയ്ക്ക തീയല് ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒന്ന് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ. ഓക്കെ, നമുക്കതിനായിട്ട് ആദ്യം ചെറുള്ളിയാണ്. കുറച്ച് ചെറുള്ളി, ഒരു 10-20 ചെറുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഒരു കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ വേണമെന്നില്ല, കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് കൊത്തി നുറുക്കി വെക്കാം. പിന്നെ നമുക്ക് 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുക്കാം, നന്നായിട്ട് ചിരകിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3-4 ചെറുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. ശേഷം നമുക്ക് വേണ്ടത് 2-3 വെളുത്തുള്ളി. പിന്നെ നമുക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടെ എടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പുളി, വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ പാവയ്ക്ക നമുക്ക് ഇതുപോലെ നന്നായിട്ട് നീളത്തിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് അത് കൊടുത്താൽ മതി. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് അടിഭാഗം നന്നായിട്ട് വെന്ത് പോകും. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുപുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ശേഷം വീണ്ടും ഇളക്കുക. ഓക്കെ, ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഓക്കെ, ഇനി അത് നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഓക്കെ, മസാല ഒന്ന് ചൂടായി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കാം. അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. ഓക്കെ, പാവയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, പാവയ്ക്ക അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാളംപുളി ഒന്ന് പിഴിഞ്ഞ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ശേഷം നമുക്ക് പാവയ്ക്കായി പുളിയിലിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പുളിയിലൊന്ന് വേവിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഈ പാവയ്ക്കയുടെ കുറച്ച് കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ട് ഓക്കെ, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കണം. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചതാണ്. അത് പാവയ്ക്കയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യത്തിന്. ചാറ് കൂടുതൽ വേണ്ടവർക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം അത്യാവശ്യം ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഈ കടുകൊന്ന് താളിച്ച്, അപ്പോൾ നമ്മൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാവയ്ക്ക കറിയിലേക്കൊന്ന് മാറ്റാം. ഓക്കെ, അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക തീര് റെഡി. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കണം. താങ്ക് യു.